തേങ്ങാപ്പാൽ വെച്ചിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. വളരെ കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമേ നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നുള്ളൂ. നമുക്കിത് പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ ചിക്കൻ കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 750 ഗ്രാം, അതായത് 3/4 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിതിൽ ആദ്യം തന്നെ മസാലകളെല്ലാം ചേർത്ത് കുറച്ച് സമയം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്ക് ആദ്യം ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം എരിവിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, സാധാരണ മുളക് പൊടി. അതുകൂടാതെ 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ജീരകപ്പൊടി ഇല്ലെങ്കിൽ ജീരകം പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി. അല്ലെങ്കിൽ ജീരകവും കുരുമുളകും കൂടി ചേർത്ത് നമുക്കിതിൽ അരച്ചിട്ട് അങ്ങനെയും ചേർക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി വീണ്ടും അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് തൈര് കൂടെ ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ചിക്കൻ കറി പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒന്നാമത് സവാള എല്ലാം വഴറ്റി കഴിഞ്ഞ ശേഷം അതിനകത്തേക്ക് പൊടികൾ ചേർത്തിട്ട് വഴറ്റിയിട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അതുകൂടാതെ തന്നെ ഈ ഒരു രീതിയിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കുന്ന രീതിയും ഉണ്ട്. ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ചിക്കനിലേക്ക് നമ്മുടെ മസാലകളെല്ലാം നല്ലപോലെ പിടിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്കിത് ഒരു അരമണിക്കൂർ സമയത്തേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വഴറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസിലുള്ള സവാള എടുത്തിട്ടുണ്ട്. വലിയ 2 സവാള എടുത്താലും കുഴപ്പമില്ല. ഒരു 10-12 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 2 വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം ഒരു മീഡിയം സൈസിലുള്ള ഒരു ഇഞ്ചി എടുത്തിട്ടുണ്ട്. നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്ന സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിന് നല്ല ടേസ്റ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് സവാളേൻ്റെ പകരം ചെറിയുള്ളി എടുക്കുകയാണെങ്കിൽ ഒരു 10-15 ചെറിയുള്ളി എടുക്കാം. നമ്മൾ അത്യാവശ്യം എരിവോട് കൂടിയിട്ട് തന്നെയാണ് ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് സവാള ഉപയോഗിക്കുന്നത് കുഴപ്പമില്ല. നമ്മൾ എരിവ് കുറയ്ക്കുകയാണെങ്കിൽ, ഇങ്ങനെ സവാള കൂടുതലായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ചിക്കൻ കറിക്ക് മധുരം ഉണ്ടാവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ സവാള കുറച്ച് കൂടുതൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് എരിവിൻ്റെ അളവ് നമ്മൾ കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2 സവാളയും നല്ലപോലെ കനം കുറച്ച് നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. പച്ചമുളക് നീളത്തിൽ 2 ആക്കിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ഏകദേശം അരമൂടി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ സാധാരണ നമ്മൾ കുക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ വെള്ളം അതിനകത്തുനിന്ന് വന്നോളും. അതുകൊണ്ട് നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും നമ്മൾ ചിക്കൻ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുന്നതിന് പകരമാണ് ഈ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് വേവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഡിഫറെൻ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒരുപാട് തേങ്ങാപ്പാലൊന്നും ആവശ്യമില്ല. നമ്മൾ ഒരു മൂടി തേങ്ങയുടെ ഫുള്ളായിട്ടും ഉപയോഗിക്കുന്നില്ല. അതിൻ്റെ ഒരു 1/4 ഭാഗം മാത്രമേ നമ്മൾ തേങ്ങ ഉപയോഗിക്കുന്നുള്ളൂ. നമ്മൾ ഈ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ നല്ലപോലെ മിക്സിയിലിട്ടൊന്ന് അരച്ചിട്ട് പാല് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ 1-ാം പാല് 2-ാം പാല് അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. 1/2 കപ്പോളം തേങ്ങാപ്പാൽ മാത്രമേ നമ്മൾ ഈ ചിക്കൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കാരണം നമ്മൾ 3/4 കിലോ, അതായത് 750 ഗ്രാം ചിക്കൻ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് പാൽ ആവശ്യമില്ല. ഇനി നമ്മൾ എടുക്കുന്ന ചിക്കൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലാണെങ്കിൽ ഇതിനകത്ത് നമ്മൾ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് കുറച്ചുകൂടി തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം. നമ്മൾ എടുത്തിരിക്കുന്ന തേങ്ങാപ്പാലിൻ്റെ അളവ് എത്രയുണ്ട് ഞാൻ കാണിച്ചു തരാം. ഏകദേശം ഒരു 3/4 കപ്പോളം വരും. നമ്മുടെ ചിക്കൻ കുക്ക് ചെയ്തെടുക്കുന്നതിനുള്ള തേങ്ങാപ്പാൽ ഇത് 3/4 കപ്പ് എന്ന് പറയുന്നത് ധാരാളമാണ്. നമ്മുടെ ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ള മൊത്തമായിട്ടുള്ള സാധനങ്ങൾ നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് അരമണിക്കൂറിൽ കൂടുതലായി തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. സവാളയും അതുപോലെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നമ്മൾ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ട്രൈപ്ലൈ എന്ന് പറയുന്ന പാനാണ്. നമ്മൾ ഇത് നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ കുറച്ചിങ്ങനെ വെള്ളമാകുമ്പോൾ അതിൽ ബബിൾസ് കണ്ടോ, ആ ബബിൾസ് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എക്സാക്ട്ലി ചൂടിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. നമുക്കിനി ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ലപോലെ തന്നെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കേണ്ടതാണ്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ ഉപയോഗിച്ച് വരുന്ന നോൺ സ്റ്റിക്ക് പാന് പെട്ടെന്ന് നാശമായി. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും ഒരു നോൺ സ്റ്റിക്ക് പാൻ വാങ്ങിക്കാതെ
സ്റ്റെയിൻലെസ് സ്റ്റീലിലേക്ക് മാറിയത്. അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ സാധാരണ നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങൾക്ക് കരിഞ്ഞു പോകാൻ ചാൻസ് ഉള്ളതാണ്. അതുപോലെ കുക്കിംഗ് നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് കരിഞ്ഞു പോകും. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കിയപ്പോഴാണ് ഈ ട്രൈപ്ലൈ എന്നുള്ള മെറ്റീരിയലിൻ്റെ ഇത് കണ്ടത് ഞങ്ങൾ. അപ്പോൾ ഞാനിതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കാം, താല്പര്യമുള്ളവർ നോക്കാം. പിന്നെ നമ്മൾ ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് എന്ത് സാധനം കുക്ക് ചെയ്യുകയാണെങ്കിലും ചെറുതായിട്ടൊരു ഓയിൽ കോട്ടിങ് നമ്മൾ കൊടുത്ത ശേഷം പിന്നെ കുക്ക് ചെയ്യുകയാണെങ്കിൽ അടിയിലധികം അടി പിടിക്കില്ല. നമ്മൾ സവാള ആദ്യം ചേർക്കുകയാണ് ചെയ്തത്. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് മൂത്തിട്ട് പിന്നെ നമ്മൾ സവാള ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ പാത്രത്തിൻ്റെ അടിഭാഗത്ത് അങ്ങ് പിടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനത് ആദ്യം തന്നെ സവാള ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തത്. ഒരു മീഡിയം മൂപ്പാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് പച്ചമുളകും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം, ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സവാളയ്ക്ക് പകരം നമുക്ക് ചെറിയുള്ളി ഉപയോഗിക്കാമെന്ന്. ഇനിയിപ്പോൾ സവാള ഉപയോഗിച്ചിട്ട് ചില ആൾക്കാർക്ക് മധുരം തോന്നുകയാണെങ്കിൽ ഇത് നല്ലപോലെ വഴറ്റിയെടുത്താൽ മതി. അതായത് കുറച്ച് ഒരു മൊരിഞ്ഞൊരു പരുവത്തിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് ഈ സവാളൻ്റെ ഒരു മധുരമുള്ള ടേസ്റ്റ് അത് മാറിക്കിട്ടുന്നതായിരിക്കും കേട്ടോ. അതുകൂടാതെയുള്ള അടുത്തൊരു ഐഡിയ എന്ന് പറയുന്നത് നമ്മൾ സ്പൈസസ് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുമ്പോൾ അത് ബാലൻസ് ആയിക്കോളും. അപ്പോൾ ആ ഒരു രീതിയിലും ചെയ്യാം. കണ്ടില്ലേ, നമ്മൾ ഇഞ്ചി ഇട്ട ശേഷം അതിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം എണ്ണ ഉള്ളതുകൊണ്ടാണ് ഇതങ്ങനെ നല്ല രീതിയിൽ അറിയാത്തത്. നമ്മൾ എണ്ണ കുറവായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ഇഞ്ചി ഇടുകയാണെങ്കിൽ മൊത്തത്തിൽ അങ്ങ് കുളമായി കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഡയറക്റ്റായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഇഞ്ചിയും വെളുത്തുള്ളിക്ക് പകരം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ആ ചിക്കൻ്റെ കൂട്ടത്തിൽ തന്നെ, അതായത് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കൂട്ടത്തിൽ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഡയറക്റ്റായിട്ട് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മളിപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റിനകത്ത് വിനാഗിരിയൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ ടേസ്റ്റ് ചെറുതായിട്ട് വ്യത്യാസം ഉണ്ടാകും. സവാള അത്യാവശ്യം നല്ലപോലെ തന്നെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനിത് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെയൊന്നും നിൽക്കുന്നില്ല. കാരണം നമുക്കറിയാലോ ചിക്കൻ കറി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഈ സവാളൻ്റെ ഒരു പീസ് പോലും കിട്ടില്ല. നമുക്ക് ആ ഗ്രേവിൻ്റെ ഒരു തിക്നെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സവാള ഇതിനകത്തേക്ക് ചേർക്കുന്നത്. ഇത് നല്ലപോലെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്തേക്ക് ഇനി ചിക്കൻ ചേർക്കാം. ഇനി താല്പര്യമുള്ളവർക്ക് ഇത് നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ചിക്കൻ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഇതിനകത്തേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ അരമണിക്കൂറിൽ കൂടുതലായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ ചേർക്കുന്നുണ്ട്. ഞാനത് ഹൈ ഫ്ലെയിമിലൊന്നുമല്ല വെച്ചിരിക്കുന്നത്, ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് സമയം ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഞാനതൊന്ന് അടച്ചു വയ്ക്കുന്നുണ്ട് കുറച്ച് സമയത്തേക്ക്. ചിക്കൻ പതിയെ വെന്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കണം. അതിൻ്റെ വെള്ളം നല്ലപോലെ വരുന്നുണ്ട്. ഇനി നമ്മളിത് കുറച്ച് കഴിയുന്ന സമയത്ത് ഈ വെള്ളമൊക്കെ വറ്റും. അതുപോലെ നമ്മളിപ്പോൾ ഈ ചിക്കൻ്റെ ഒരു അപ്പിയറൻസ് നോക്കണ്ട. കാരണം നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് അടിപൊളിയായിട്ട് വഴറ്റിയെടുക്കുന്ന സമയത്ത് അടിപൊളിയായിട്ട് വരും. അപ്പോൾ നമ്മൾ ഇതിൽ ഗ്രേവി ഒക്കെ വളരെ കുറവായിരിക്കും, തിക്ക് ഗ്രേവി ആയിട്ടായിരിക്കും നമ്മൾ ചിക്കൻ കറിയിലെ അവസാന ഭാഗം ഇത് ഉണ്ടാവുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ നാരങ്ങ ഇതിനകത്തേക്ക് ചേർക്കാം, ചിക്കനകത്തേക്ക് ചേർക്കാം ഒരു പുളിക്ക് വേണ്ടിയിട്ട്. നമ്മൾ അതുകൂടാതെ നാരങ്ങയ്ക്ക് പകരമായിട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ഉപയോഗിക്കുന്നതിന് പകരമാണ് ഞാൻ തൈര് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തൈര് ചേർത്തെന്ന് പറഞ്ഞാൽ പിന്നീട് വീണ്ടും തക്കാളി ചേർക്കണമെന്നില്ല, അതുപോലെ നാരങ്ങയും ചേർക്കണം എന്നില്ല. ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് ആ ഒരു എരിവ് ബാലൻസ് ചെയ്യുന്നതിനുള്ള ഒരു പുളി, ആ ഒരു രീതിയിലാണ് നമ്മൾ ഇത് ഏതെങ്കിലും ഒന്ന് എടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് തൈരാണ്. ഒരുപാട് തൈരൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ തൈര് ചേർത്ത് കൊടുക്കാൻ താല്പര്യം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അത് നമുക്ക് ചേർത്ത് കൊടുക്കാതിരിക്കുന്നതും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വേവിച്ചെടുത്തു, നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് തേങ്ങാപ്പാൽ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ തീ ഒട്ടും കൂട്ടി വെക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് വീണ്ടും നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. ഒരു ഗ്രേവി പരുവത്തിലാണ് നമ്മൾ ഈ ചിക്കൻ കറി ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് ഓയിലൊക്കെ തെളിഞ്ഞു വരുന്ന സമയത്ത് ഓഫ് ചെയ്യാം. എനിക്കിത് ഗ്രേവിയുള്ള പരുവത്തിലല്ല വേണ്ടത്. ഞാൻ കുറച്ചുകൂടി
റോസ്റ്റ് ചെയ്തിട്ട് നല്ലപോലെ റോസ്റ്റ് ചെയ്തിട്ട് ആ ഗ്രേവിയൊക്കെ നല്ലപോലെ വറ്റുന്ന ഒരു പരുവത്തിലാണ് ഞാനിത് ആക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഓൾമോസ്റ്റ് റെഡിയായി വരുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും ചേർത്ത് കൊടുത്ത ശേഷം ചെറുതായിട്ടൊന്ന് അടച്ച് വെക്കുന്ന സമയത്ത് ഇതിനകത്തുള്ളൊരു ചൂടിൽ ഈ ഇലകളൊന്ന് വാടി വരുമ്പോൾ അതിൻ്റെ സ്മെല്ല് ഒരു പ്രത്യേക രസമായിരിക്കും. അതിൻ്റെ ടേസ്റ്റും അടിപൊളിയായിരിക്കും. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് സമയത്തേക്ക് ഞാനതൊന്ന് അടച്ചു വെക്കുകയാണ്. നമ്മുടെ ഈ ചിക്കൻ്റെ കഷ്ണങ്ങളൊക്കെ കുറച്ചുകൂടി ഒന്ന് ചെറുതായിട്ടൊരു മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം കൂടി ഇതുപോലെ ലോ ഫ്ലെയിമിൽ കുറച്ച് സമയം കൂടി വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡിയായി വരുന്നു. റെഡിയായി, മതി, ഇത്രയും മതി. നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ ചേർത്ത തേങ്ങാപ്പാലിൻ്റെയും സവാളയുടെ എല്ലാം ഗ്രേവി നമ്മുടെ ചിക്കൻ്റെ ഓരോ പീസിലേക്കും കോട്ടായിട്ടുണ്ട്. നല്ലപോലെ കോട്ടായിട്ടുണ്ട്, കണ്ടോ? ഇങ്ങനെ നമ്മൾ ഗ്രേവി ആയിട്ടൊന്നും അല്ല ഉണ്ടാക്കുന്നതെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നല്ലപോലെ നമ്മുടെ ഓരോ കഷ്ണങ്ങളിലേക്കും കോട്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഇത് ഓഫ് ചെയ്യേണ്ടത്. തീ ഓഫ് ചെയ്യാൻ പോവാണ്. ഇനി നമുക്ക് ഇത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചോറിൻ്റെ കൂടിയോ ചപ്പാത്തിയുടെ കൂടിയോ പൊറോട്ടയുടെ കൂടിയോ ഇനി ഫ്രൈഡ് റൈസിൻ്റെ കൂടിയോ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്കിത് എന്തിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. ഇത് നമുക്ക് ഒരു ഗ്രേവി പരുവത്തിലല്ല നമ്മൾ ഈ ചിക്കൻ കറി ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു സെപ്പറേറ്റ് ആയിട്ട് ഇതിൻ്റെ നമ്മൾ ചേർത്തിരിക്കുന്ന തേങ്ങാപ്പാലും അതുപോലെ വഴറ്റിയിരിക്കുന്ന സവാളയൊക്കെ നല്ലപോലെ ഇതിനകത്ത് കോട്ടായിട്ട് വരുന്ന ഒരു പരുവത്തിലാണ് നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ചപ്പാത്തിയുടെ കൂടെ കേട്ടോ ഇത് കഴിക്കാൻ പോകുന്നത്. നന്നായിട്ടുണ്ട്. എരിവുണ്ട്. മീഡിയം എരിവിലാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്ന് വെച്ചിട്ട് ഒട്ടും കുറവല്ല. പച്ചമുളകൊക്കെ നമ്മൾ 2 എണ്ണത്തിന് ചേർത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തേങ്ങാപ്പാലിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് ഈ കറിയിനകത്ത് കാണാൻ പറ്റുന്നതാണ്. ഒരുപാട് മസാലകളൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. മിനിമം മസാലകളാണ് ചേർത്തിരിക്കുന്നത്. അടിപൊളി കറിയാണ്. ഇത് നിങ്ങൾ വീട്ടിലുണ്ടാക്കിയ ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ തന്നെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയിലെ മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോസായിട്ട് വീണ്ടും കാണാം.